സ്കൂളൊക്കെ തുറക്കാനായില്ലേ? അപ്പോൾ ഒരു ചെറിയ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ, ഞാനും സായിച്ചനും കൂടെ. പിള്ളേരെ കൂട്ടാൻ എന്താണെന്ന് വിചാരിച്ചാൽ അവരെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കെല്ലാം കൗതുകങ്ങളാണല്ലോ. അപ്പോൾ അതെല്ലാം അവരിങ്ങനെ പെറുക്കി പെറുക്കി എടുത്തുകൊണ്ടേ ഇരിക്കും. മിക്കപ്പോഴും നമ്മൾ ഇങ്ങനെ കടകളിൽ പോകുമ്പോൾ അവരെ കൂട്ടാറില്ല. പയറുവർഗ്ഗങ്ങളൊക്കെ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. പയറുവർഗ്ഗങ്ങളൊക്കെ മിക്കപ്പോഴും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ എടുക്കാറ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ വക കാര്യങ്ങൾക്ക് അവിടെ റേറ്റ് കുറവുണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടി ത്രിവേണി ചൂസ് ചെയ്യാറ്. പക്ഷേ പച്ചക്കറികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വരാറ് സ്മൈലിക്ക് തന്നെയാണ്. കാരണം ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാനും കൂടെ സാധിക്കും. പിന്നെയാണ് പെട്ടെന്ന് സായിച്ചൻ പറഞ്ഞത്, എനിക്ക് കാപ്പി കുടിക്കാൻ തോന്നുന്നു, നമുക്ക് കാപ്പിപ്പൊടിയൊക്കെ എടുക്കാമല്ലോ എന്ന്. ഞാൻ ഓരോ ബോട്ടിലെടുത്ത് നോക്കുമ്പോഴുണ്ടല്ലോ നല്ല വിലയുണ്ട് കേട്ടോ കാപ്പിപ്പൊടിക്ക്. സായിച്ചൻ പറയുന്നുണ്ടായിരുന്നു ഈ കാപ്പിപ്പൊടിക്കൊക്കെ എന്താ ഇത്ര റേറ്റ് എന്നുള്ളത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചിട്ട് തപ്പി തിരഞ്ഞപ്പോഴാണ് എനിക്ക് നെസ്കഫേയുടെ 5 രൂപയുടെ കുഞ്ഞു കുഞ്ഞു പാക്ക് കിട്ടിയത്. ഞാനൊരു 5-6 എടുത്ത് വെച്ചു. അതിനുശേഷം പിള്ളേരുടെ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കേട്ടോ. അവിടെ ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇറേസറൊക്കെ ആണെങ്കിൽ പല തരത്തിനും പല ഭംഗിയിലുള്ളതും ഉണ്ടായിരുന്നു. ദെൻ അതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ താഴോട്ടേക്ക് തിരിച്ചു പോന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞു പിള്ളേർ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കാണുമ്പോൾ നമുക്കും വാരി എടുക്കാൻ തോന്നും. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. അതിനുശേഷം ഞങ്ങൾ പാത്രം കഴുകാനുള്ള സോപ്പൊക്കെ എടുക്കുക കേട്ടോ. ഞങ്ങളെപ്പോഴും കുഞ്ഞ് 5 രൂപയുടെ സോപ്പാണ് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യാറ്. ദെൻ അതിനുശേഷം ബില്ലിംഗ് സെക്ഷനിൽ എത്തി നമുക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു. കണ്ടോ, ബില്ലിംഗ് സെക്ഷനൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. എന്നും ഇവിടെ നമ്മൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ഇന്ന് പോയപ്പോൾ ഞാൻ വാങ്ങിച്ച അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ബ്രെഡ്. അതിലൊരുപാട് സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 13 തരം സീഡ്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്തോ ഇത് ഇഷ്ടമായില്ല. കാരണം നമ്മൾ നോർമലി കഴിക്കുന്ന ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിൽ ഗോതമ്പ് മാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കെന്തോ നമ്മൾ നോർമലി കഴിക്കുന്ന ആ ബ്രെഡിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വായിലിടാൻ ഇടുകയും ചെയ്തു. ബ്ലിങ്കസിയാന്നായിപ്പോയി.